അടുത്തത് ബുൾബുൾ തരംഗ് എന്ന സംഗീതോപകരണത്തിൻ്റെ ഒരു പ്രകടനമാണ്. എനിക്ക് ഈ ഉപകരണത്തോട് പ്രത്യേക ഒരു അടുപ്പമുണ്ട്. കാരണം എൻ്റെ അമ്മ പറഞ്ഞ 3 വയസ്സിൽ ഞാൻ ഈ ഉപകരണം വായിച്ച് പാട്ട് പാടാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. 3 അല്ലെങ്കിൽ 4-5 വയസ്സിലെങ്കിലും 4 വയസ്സിലെങ്കിലും ഞാൻ ഈ ഉപകരണം വായിക്കുന്നുണ്ട്. എൻ്റെ ജ്യേഷ്ഠനാണ് അതിന് കാരണക്കാരൻ, ഇഗ്നേഷ്യസ്. അങ്ങനെ അതിലൂടെയാണ് ഞാൻ ഈ സംഗീത രംഗത്തേക്ക് കടന്നു വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പലർക്കും അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഈ ഉപകരണത്തിൽ എനിക്കൊരു ശിഷ്യനെ കിട്ടിയത്, ശിഷ്യനെ കിട്ടാൻ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഒരു പരിചയക്കാരി, ഞങ്ങളുടെ എല്ലാവരും കുടുംബ സുഹൃത്ത് ഫില്ലിസ് എന്ന് പറഞ്ഞാൽ അവരിന്നിവിടെ വരാനെ ഒരുങ്ങിയിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു ബന്ധു മരിച്ച കാരണം ആലപ്പുഴയ്ക്ക് പോകേണ്ടി വന്നു. ഫില്ലിസ് എന്നാണ് വിളിക്കുന്നത്. ഫില്ലിസ് അമ്മച്ചി എന്ന് ഞാൻ വിളിക്കും. ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ വിളിക്കുന്നത്. അവരാണ് എൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഒരു പ്രോഗ്രാമിന് ബുൾബുൾ വായിക്കുന്നത് കേട്ടിട്ട് പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നത്. 75 വയസ്സുണ്ട്. അപ്പോൾ പ്രായം ഒരു പ്രശ്നമല്ല, സംഗീതമല്ല, എന്ത് കാര്യം പഠിക്കുന്നതിനെന്നുള്ളൊരു ബോധ്യമാണത്. അങ്ങനെ അവരാണ് എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വാശി അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു നിയോഗമായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഉപകരണം ഏതാണ്ട് അസ്തമിച്ചിരിക്കുന്ന ഉപകരണമാണ്. ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരുപാട് സ്ഥലത്ത് ഓരോ ക്ലബ്ബുകളിലൊക്കെ പ്രോഗ്രാമിനും ഗാനങ്ങളൊക്കെ കാണാമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതില്ല. ഞങ്ങളെപ്പോലെ കുറച്ച് പേരെടുത്ത് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വ്യാപിപ്പിക്കണം, ഈ പഴയ ഇതിൻ്റെ പ്രൗഢി തിരിച്ചു കൊണ്ടുവരണമെന്ന് വിചാരിച്ച് ഒരുപാട് പ്രയത്നിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തെ നമുക്ക് മാക്സിമം പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല ലൈവ് ഇൻസ്ട്രുമെൻറ്റ്സ് പോലെ ആത്മാവിന് ഇത്രയും സന്തോഷം പകരുന്ന മറ്റൊരു കാര്യമില്ല. അത് ദാസേട്ടനായിട്ട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും പറയണം, നമ്മുടെ നാട്ടിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം അസ്തമിച്ച് പോയാൽ പിന്നെ അത് ആരും മൈൻഡ് ചെയ്യില്ല, അതങ്ങോട്ട് പോയി, സർക്കാർ മൈൻഡ് ചെയ്തില്ല. പക്ഷേ ഒരു പ്രാവശ്യം ലിഫ്റ്റിൽ അമേരിക്കയിൽ വെച്ചിട്ട് ഡബിൾ ബാസ് പ്ലെയറും ദാസേട്ടനോട് ഒരുമിച്ചാണ് ലിഫ്റ്റിൽ കയറിപ്പോയത്. അപ്പോൾ പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് ഇതുകൊണ്ട് ജീവിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ടോ എന്ന് ദാസേട്ടൻ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് ഞങ്ങൾക്കിനിയിപ്പോൾ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഗവൺമെൻറ് ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് അതിനുള്ള പെൻഷനൊക്കെ തരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് നശിച്ചു പോകില്ല എന്ന് പറയണം. അങ്ങനെ പല വകുപ്പിലൂടെ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഈ ഉപകരണ സംഗീതം തിരിച്ചു കൊണ്ടുവരണം. കീബോർഡ് മാത്രം കൊണ്ട് ഉപകരണം സംഗീതം ആവില്ല. അല്ലെങ്കിൽ അത് വേണം, നല്ലതാണ്, ഇന്നത്തെ തലമുറയിൽ അതിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പണ്ട് കാലത്തുണ്ടായിരുന്ന ആ ശരിയായ ഉപകരണങ്ങളുടെ ആ ഒരു ആത്മാവ് ഒരിക്കലും ഇപ്പോൾ കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് കേൾക്കാം എന്താണെന്നുള്ളത് പറഞ്ഞു. ബർണി സാറിനെ പറ്റി ഒരുപാട് പറഞ്ഞു. ഞാൻ അത്രയ്ക്കൊന്നും വായിക്കാറായിട്ടില്ലെന്നാണ് എൻ്റെ ഒരു സെൽഫ് അനാലിസിസ്. പക്ഷേ വളരെയധികം കറങ്ങിത്തിരിഞ്ഞ് കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രൈ ചെയ്താണ് ഫൈനലി ഞാൻ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ കുറേ വർഷങ്ങൾ അന്വേഷിച്ചിട്ടാണ് ബർണി സാറിനെ പോലെ ഒരു ഗുരുവിനെ എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിന് വളരെ വളരെ നന്ദി. വളരെ പേഷ്യൻ്റാണ്. എൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഞാനിത് ശാസ്ത്രീയമായി എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ കേട്ട് പഠിച്ച് അങ്ങനെ വായിച്ച് ശീലിച്ചത് കാരണം സ്വരങ്ങൾ നോക്കി വായിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അതൊരു റിവേഴ്സ് ലേണിംഗ് ആണ്. അതാണ് ഞാനിപ്പോൾ ബർണി സാറിൻ്റെ അടുത്ത് കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ അഡീഷൻ ടു രാഗത്തിൻ്റെ എക്സ്പ്ലോറേഷൻ. ഇന്ന് ഞാൻ വായിക്കുന്നത് അഹിർ ഭൈരവ് രാഗമാണ്. അതിൽ ഒരു ബന്ദിഷ്, രാഗത്തിൻ്റെ ആലാപ്, പിന്നെ ബന്ദിഷിലേക്ക് വരും. അത് കഴിഞ്ഞിട്ടൊരു മിഡ് സെക്ഷനും കുറച്ച് താൻസും വായിച്ച് തിഹായിൽ നിർത്താവുന്നതാണ്. താങ്ക് യു. സാജൻ നായർ.
തീർച്ചയായിട്ടും അഭിമാനകരമായ ഒരു സമയമാണ് എന്നെ സംബന്ധിച്ചോളം. ഒത്തിരി വോക്കൽ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു റയർ സ്റ്റുഡൻറ്റിനെ കിട്ടിയത് വലിയ ഭാഗ്യം. ഓക്കെ, ഈ സംഗീത സഭ മൊത്തം ധന്യമായി എന്ന് പറയാം അല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഈ ചെറിയ കുട്ടികൾ പാടുന്നത് ഞാൻ അവിടെ നിന്ന് കേൾക്കുകയായിരുന്നു. അവരുടെ ഫോർമേഷൻസും ഡാൻസും ഒക്കെ ഞാൻ വായിച്ചതിനെക്കാട്ടിലും ബെറ്റർ ആണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരിൽ നിന്ന് ഒരുപാട് പഠിക്കാനിരിക്കുന്നു. താങ്ക് യു. മറ്റൊരു കാര്യം പറയാണ്, ഞങ്ങൾ രണ്ടും കൂടി ചേർന്നിട്ട് ഒരു യൂട്യൂബ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതിൻ്റെ സാധ്യതകളെപ്പറ്റി ഡുവറ്റ് വായിച്ചും എങ്ങനെയൊക്കെയാണ് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സമയം മാത്രമേ ആയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അതായത് നടക്കണം. ഓക്കെ, അതിൻ്റെ മുന്നോടിയാണിത്. ഓക്കെ.